പ്രിയമുള്ളവർ, ഇന്നത്തെ വർക്ക് ഉണ്ടല്ലോ, ഇത് നമ്മുടെ പഴയ ആലുവ ഫ്രെയിം വെച്ച അടുപ്പാണ്. കണ്ടില്ലപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇതാ പൊളിഞ്ഞ് പോരാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വന്ന് കുത്തി പൊളിച്ച് ഇതണ്ട ഫ്രെയിമൊക്കെ പോയി, ഇതൊക്കെ പോയി. ആ പോയ സ്ഥിതിക്ക് ഇതാ അടുപ്പിൻ്റെ കുഴലൊക്കെ ഇതാ അവിടെ ഉണ്ട്. ഒക്കെ തേച്ച് വൃത്തിയാക്കാണ്ട് ഇവിടെ കുറച്ച് വർക്കുണ്ട്. അതിൻ്റെ വർക്കിലാണ്, അതിൻ്റെ വർക്കിലാണ്, അതിൻ്റെ പണിയാണ് ഇത്രയും. ഇനിയിപ്പോൾ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ ഫ്രെയിമാണ് വെക്കുന്നത്. കാസ്റ്റ് അയൺ അതാകുമ്പോൾ ആജീവനാന്ത ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. മറ്റത് കേട് വരും. കാസ്റ്റ് അയണിൻ്റെ സാധനം വെക്കാനാണ്. ഇത് 2025 ചെയ്തല്ലേ ചേച്ചിയെ അടുപ്പേ, നമ്മളെ അടുപ്പുണ്ടല്ലോ 2005 ചെയ്തിട്ടേ അത്യാവശ്യം ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഉപയോഗിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥിരമായിട്ട് കത്തിക്കുന്നുണ്ട്. അതെ, സ്ഥിരമായിട്ട് ചോറ് വെക്കുക. കുഴപ്പമൊന്നും പറയാതെ കത്ത എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് ചൂടുണ്ടാവും. ചില ആൾക്കാർ പറയാം അടുപ്പ് ഈ പുകയില്ലാത്ത അടുപ്പ് വെച്ചാൽ കത്താൻ പ്രയാസം അങ്ങനെ എങ്ങനെയെന്നൊക്കെ. കത്തിപ്പിടിക്കാൻ ഈ നടുക്കൽ കാണിച്ചു കൊടുത്താൽ മതി. ഈ ആവി ഇവിടെ ഈ ഹോളിൽ ഒന്നട് കാണിച്ചു കൊടുത്തേ നടുക്കത്തെ അവിടെയാണ് ചകിരി കഷ്ണം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ തുണി കത്തിച്ചിട്ട് ആവി പോകുന്ന വരെ എന്താ വെച്ചാൽ ഈ കുഴലിനകത്ത് വായു കട്ടിയായിട്ട് നോക്കും. അതങ്ങോട്ട് വലിഞ്ഞു പോയാൽ പിന്നെ ഒന്നും നോക്കാല്ല. അല്ലാതെ അടുപ്പിന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ആയിക്കോട്ടെ, എന്തായാലും അതെ അതിപ്പോൾ പ്ലേറ്റ് എന്താ ഇല്ല 20 വർഷമായാലോ അല്ലേ? 2005 ചെയ്താണ് നമ്മൾ അല്ലേ? 10-20 വർഷമായോ? 15 എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ അത്ര ഓർമ്മ കിട്ടുന്നില്ല. അതെ എന്തായാലും അടുപ്പിനേ ആ ഫ്രെയിം മാത്രമേ പോയിട്ടുള്ളൂ. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇല്ലല്ല, ഒരു കുഴപ്പമില്ല. കമ്പനി കട്ടാന്ന് വെച്ചതല്ലേ. എന്തായാലും അതെ, ചൂടാവും തോറും നന്നാവുക. ആ കമ്പനിസ്റ്റുകളുടെ പ്രത്യേകത അതാ. ശരി, എന്തായാലും ഇനി ഇത് നന്നാക്കട്ടെ ഞങ്ങൾ.